ഹലോ ഫ്രണ്ട്സ്, ഹോട്ട് വീൽസ് ഭ്രാന്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ചാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായി പോയി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്പ്ലേ കേസ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഞാനിത് മേടിച്ചപ്പോൾ പറഞ്ഞ പോലെ ഇത് ഹോട്ട് വീൽസിൻ്റെ തന്നെ ഡിസ്പ്ലേ കേസാണ്. ഇതിൽ അപ് ടു 50 കാർസ് എഴുതിയേക്കണത്. പക്ഷെ ഇതിൽ 48 കാറേ വയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് എല്ലാവരും പറയണത്. ഇതിലത് കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു കാറ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. മെർസിഡീസ് ബെൻസ് 190E 2.5 16 Evolution 2 ഭയങ്കര വലിയ പേരാണ്. അതപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കാണാൻ മാത്രം എന്തെങ്കിലും ഉണ്ടാവുമോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ കേസ്. ഇങ്ങനെയാണ് ഇരിക്കണത്. ഇങ്ങനെ ഡോറൊക്കെ ഉണ്ട് ഇതിൽ. യെസ്, ഇതാണ് സാധനം. നമുക്കപ്പോൾ ഏതായാലും തുറന്നു നോക്കാം. അങ്ങനെ ഡിസ്പ്ലേ കേസ് പുറത്തോട്ട് എടുത്തു. ഇതിൻ്റെ അകത്ത് തന്നെ 2 ഡോർ ഉണ്ടായിരുന്നു. ഡോർ അപ്പം ഞാൻ ഊരിയെടുത്തു. കാര്യം ഭയങ്കരമായിട്ട് ഗ്ലെയർ അടിക്കുന്ന, നമ്മൾ വണ്ടി ഇതിൽ വെച്ചാലും കാണാൻ പറ്റില്ല. കാരണം ഡോർ ഞാൻ ഊരിയെടുത്തു. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ സ്ലോട്ട് പോലെയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ വണ്ടി പുറത്തോട്ട് എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു കണക്കിന് എൻ്റെ സ്റ്റിക്കറൊക്കെ ഊരിയെടുത്തു. ഇതിൻ്റെ അടിയിലും അവർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അത് പുറത്തോട്ട് വരുന്നുണ്ടായില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ മെർസിഡീസ്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഇവർ ഒരു സ്ലോട്ടുകൾ പോലെ വെച്ചിട്ടുണ്ട്. നിസാൻ സ്കൈലൈൻ R30, ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ലെക്ടോ 1 കണ്ട. ഈ വണ്ടി ഈ സ്ലോട്ടിൽ കയറാൻ കുറച്ച് ടൈറ്റാണ്. അതാണ് അവർ അപ് ടു 50 കാർസിന് ചെയ്തേക്കണേ. കാര്യം നീളമുള്ള വണ്ടികൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കയറിയെന്ന് വരില്ല. ഈ സ്റ്റിക്കറും കൂടെ പൊളിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അത് പോകുന്നു. ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹുക്ക് വെക്കാനുള്ള സാധനമുണ്ട്. നമുക്കപ്പം മതിലേൽ വേണമെങ്കിൽ തൂക്കിയിടാമത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ കേസ്. ഇതിലപ്പം ഇനി വണ്ടികൾ ഓരോന്നോരോന്നായിട്ട് വെക്കാം. ഇന്ത്യയിലുള്ളത് ഇതൊക്കെയാണ്. നാട്ടിൽ നിന്ന് കൊണ്ടതാണ് നൈറ്റ് റൈഡറിൻ്റെ ഹോട്ട് പർസ്യൂട്ട് 2 അല്ലേ? യെസ്. മസ്ത RX-7, നിസാൻ സിൽവിയ, ബാക്കി വണ്ടികൾ എടുത്തിട്ട് വരാം. ഓക്കെ, ഇനി സിവിക് ടൈപ്പ് R, നമ്മുടെ ബാക്ക് ടു ദ ഫ്യൂച്ചറിലെ ഡോളറൈൻ, ജെയിംസ് ബോണ്ടിൻ്റെ ലോട്ടസ് E-Spirit S1, പിന്നെ സിവിക് EG hatchback, and one of the favorite
ഈ കാസ്റ്റിങ്ങിന്, ഈ ഹോട്ട് വീൽസിൻ്റെ ഈ പ്രീമിയം കാസ്റ്റിങ്ങിന് ഇവിടെ നല്ല ഡിമാൻഡാണ്. ഇത് ഞാനിപ്പോൾ വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു $30-40 കിട്ടും ഇതിന്. അത്ര ഡിമാൻഡാണ് ഇതിന്. എസ്പെഷ്യലി ഈ മഞ്ഞ കളറും ഇതൊക്കെ കാരണം നാട്ടിൽ നിന്ന് ഞാൻ വെറും 300-400 രൂപയ്ക്ക് എന്തോ മേടിച്ച സാധനമാണിത്. നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ സ്കൈലൈൻ, ഇതിൻ്റെ പ്രീമിയം കാസ്റ്റിംഗ് ഉണ്ട്. അത് ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിൽ ഹെഡ്ലൈറ്റിലൊന്നും ഡീറ്റെയിൽസ് ഇല്ല. പിന്നെ പ്ലാസ്റ്റിക് വീൽസ് ആണ്. ഇത് മെയിൻ ലൈൻ ഹോട്ട് വീൽസ് ആയിരുന്നു. ഓഡി RS6 അവാൻറ്റ്, RS6 അല്ലേ ഇത്? അതെ. ഇതും പ്രീമിയം കാസ്റ്റിംഗ് ആയിരുന്നില്ല, പക്ഷെ എനിക്കിത് ഇഷ്ടമുള്ള വണ്ടി ആയത് കാരണം ഞാൻ ഇത് കൊണ്ടുവന്നതാണ്. പിന്നെ WRC ഫോർഡ് ഫിയസ്റ്റ, ഇത് മേജറെറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്, ഹോട്ട് വീൽസിൻ്റെ അല്ല. ഇതിൻ്റെ എല്ലാം അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതും മേജറെറ്റിൻ്റെ സുബ്രു WRX STI. ഓക്കെ, പിന്നെ മെക്ലാരൻ P1, ഇത് പ്രീമിയം കാസ്റ്റിംഗ് അല്ല, ഇത് മെയിൻ ലൈനാണ്. അപ്പോൾ ഈ വണ്ടി ഇവിടെ റോട്ടിൽ കാണാൻ അടിപൊളിയാണ്, നേരിട്ട് കാണാൻ സൂപ്പറാണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു പുറത്ത് പോയപ്പോൾ. ഇതിൻ്റെയും പ്രീമിയം ഹോട്ട് വീൽസ് ഒപ്പിക്കണം, അതുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ലെഡ് സെപ്പലിൻ്റെ ട്രക്ക്, ഇതിലേക്ക് ഒരു കണക്കിനാണ് അതിനകത്ത് കയറുന്നത്. വലിയ കുഴപ്പമില്ല. ഫോർഡ് F-150 റാപ്റ്റർ, ഇത് ബോണറ്റ് തുറക്കാൻ പറ്റുമായിരുന്നു. അതെ, യെസ്. ഇതും മേജറെറ്റിൻ്റെ കണ്ടാണ് ആയിരുന്നത്. അതെ, മേജറെറ്റിൻ്റെ ആണ്. അടുത്തതും മേജറെറ്റിൻ്റെ WRC I-20 ഉണ്ടായ I-20. ഇതൊക്കെ സസ്പെൻഷനൊക്കെ വർക്ക് ചെയ്യണമായിരുന്നു. ഈ സ്പോയിലർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഓക്കെ, അവസാനം ഡാറ്റ്സൺ പിക്കപ്പ് അല്ലേ? യെസ്, ഡാറ്റ്സൺ സണ്ണി പിക്കപ്പ്. ഇവിടെ എന്തോ ബാഗൊക്കെ പോലെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര വണ്ടികളെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുള്ളൂ. ഇനി ഇവിടെ നിന്ന് മേടിച്ച വണ്ടികളുടെ അൺബോക്സിങ് ആയിരിക്കും ഇനി. എന്നിട്ട് നമുക്കിത് ഫുള്ള് ഫില്ല് ചെയ്യാം. ഈ മെയിൻ ലൈൻ വണ്ടികളൊക്കെ ഇതിൽ നിന്ന് മാറ്റി പ്രീമിയം വണ്ടികൾ മാത്രമേ ഞാൻ ഇതിൽ വെക്കുള്ളൂ. ഓക്കെ, പിന്നെയും കുറേ വണ്ടികൾ വേണം ഇതെന്ന് അറിയാനായിട്ട്. അങ്ങനെ ഹോട്ട് വീൽസ് ഭ്രാന്തൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് ഗൈസ്.